വെൽക്കം ടു മൈ ചാനൽ അൻസീസ് പാഷൻസ്. വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. റാഗി മുരിങ്ങയില സൂപ്പാണ് നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. മുരിങ്ങയിലയുടെയും റാഗിയുടെയൊക്കെ ന്യൂട്രീഷ്യസ് വാല്യൂവിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി പ്രിപ്പറേഷൻ കാണാം. ഞാനിവിടെ 1/3 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. അതായത് മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പിനും 1/4 കപ്പിനും ഇടയ്ക്കുള്ള അളവ്. റാഗിയിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെള്ളം തെളിയുന്നത് വരെ നന്നായി കഴുകിയെടുത്ത ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് 2 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റാം. റാഗി കുതിർത്ത ബാക്കി വെള്ളം ഞാൻ പകർത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പ് അളവിലുണ്ട്. അത് നമുക്ക് ഇത് അരിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യം വരും. ഇപ്പോൾ റാഗി മുഴുവനായി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. റാഗി എല്ലാം നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളത്തോടെയാണ് നമ്മളിത് അരയ്ക്കാൻ എടുത്തത്. അഥവാ അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ജ്യൂസ് അരിപ്പയിൽ കൂടെ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ചൊന്ന് ഇളക്കി അരിച്ചെടുക്കാം. നിങ്ങൾക്ക് തവിട് പൂർണ്ണമായും ഒഴിവാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വൃത്തിയുള്ള കോട്ടൺ തുണിയിലൂടെ ഇത് അരിച്ചെടുത്താൽ മതിയാകും. റാഗി കുതിർക്കാനെടുത്ത വെള്ളത്തിൽ നിന്നും കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലൊന്ന് ചുറ്റിച്ചൊഴിക്കാം. തവിടിൽ നിന്നും റാഗി പൂർണ്ണമായും അരിച്ച് കിട്ടുന്നത് വരെ ഈ ഒരു രീതി തുടരുക. നമ്മൾ അളന്ന് മാറ്റി വെച്ചിരുന്ന 1/4 കപ്പ് വെള്ളവും ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അവസാനം ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ റാഗി മുഴുവനായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അരിച്ചെടുത്തിരിക്കുന്ന റാഗി 1 കപ്പ് അളവിലുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് 1/2 കപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. തീരെ കുറഞ്ഞ ക്വാണ്ടിറ്റി റാഗി എടുത്തു കഴിഞ്ഞാൽ മിക്സിയിൽ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാകും. നിങ്ങൾ ഉപയോഗിക്കുന്ന മിക്സിയിൽ ചെറിയ ക്വാണ്ടിറ്റി നന്നായിട്ട് അരഞ്ഞു കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ 1/4 കപ്പോ റാഗി എടുത്താൽ മതിയാകും. നന്നായൊന്ന് ഇളക്കിയ ശേഷം 1/2 കപ്പ് അളന്ന് മാറ്റാം. അളന്നെടുത്ത റാഗി ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, 2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി, നെടുകെ കീറിയ 2 പച്ചമുളക് എന്നിവ ചേർക്കാം. വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഈ പച്ചമുളക് എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ പച്ചമുളക് ഇട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോസ് സ്മെല്ലെല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു 8 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് വഴറ്റാം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുതിർത്ത ഗ്രീൻ പീസ് ചേർക്കാം. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോൺ, 3 ടേബിൾ സ്പൂൺ കട്ട് ചെയ്ത ക്യാരറ്റ് എന്നിവ ചേർക്കാം. 1 മിനിറ്റ് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ റോസ് സ്മെല്ലെല്ലാം മാറി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 3 കപ്പ് വെജിറ്റബിൾ സ്റ്റോക്ക് ചേർക്കാം. ഇനി പ്രഷർ കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഫുൾ പ്രഷർ ആയ സമയത്ത് വിസിലടിക്കുന്നതിന് മുമ്പായി ഞാനിത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിലെ പ്രഷറെല്ലാം റിലീസായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന 1/2 കപ്പ് റാഗി കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് തുടരെ ഇളക്കി തിളപ്പിക്കാം. ഈ സമയം സൂപ്പിന് തിക്നെസ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അതിലേക്കൊരല്പം തിളച്ച വെള്ളം ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നന്നായി കഴുകി വൃത്തിയാക്കിയ ഏകദേശം 2 പിടിയോളം മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഈ സൂപ്പിലേക്ക് ചേർക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ.
സൂപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 2 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനിഗർ ചേർക്കാം. ആപ്പിൾ സിഡർ വിനിഗർ ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്താലും മതിയാകും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സൂപ്പ് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ഏകദേശം ഒരു 4-5 പേർക്ക് സെർവ് ചെയ്യാനുണ്ടാവും. ഡിന്നറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണിത്. റാഗി ഇതുപോലെ അരച്ചെടുക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ റാഗി പൗഡർ ചേർത്താലും മതിയാകും. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന റാഗി സൂപ്പിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് ഭംഗിയും ഈ ഒരു സൂപ്പ് തന്നെയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്ത് തന്നെയായിരുന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പീസിനായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്